നമസ്കാരം. ഇന്ന് നമുക്കൊരു യാത്ര ഉണ്ട് കേട്ടോ. വാഗമൺ, അതുപോലെ കമ്പം, തേനി ഒക്കെ ഒരു ചെറിയൊരു 2-day ടൂറാണ്. അപ്പോൾ ഇന്നൊക്കെയുള്ള ഫുഡ് നമ്മൾ ഇവിടുന്ന് പൊതിഞ്ഞു കൊണ്ടുപോവാണ് ചെയ്യണത്. നാളെ പിന്നെ എന്തായാലും നമുക്ക് 2 ദിവസത്തേക്കുള്ളത് എടുക്കാൻ പറ്റില്ല, നാളെ പുറത്തുനിന്ന് കഴിക്കണം. ഇന്നൊക്കെയുള്ളത് ഒരു ഇലപ്പൊതിയിലാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് തൈര് സാദാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം യാത്രയിൽ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത് തൈര് സാദാണ്. ഇനി തൈര് സാദത്തിൻ്റെ ദ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള കടുമാങ്ങ. ഇനി ഇത് നെല്ലിക്ക ഉപ്പിട്ടതാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടത് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഉപ്പിട്ടതെന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് ഈ ചുവന്ന കളറിൽ ഇരിക്കണേന്ന് വിചാരിക്കേണ്ട. നമ്മുടെ രീതിയിൽ നമ്മൾ ഉപ്പിട്ടത് എന്നാ പറയുക. അതായത് അച്ചാർ, അതായത് പിക്കിളിനെയാണ് ഉപ്പിട്ടതെന്ന് പറയുക. ഇനി ഈ കടുമാങ്ങ നെല്ലിക്ക ഒക്കെ എൻ്റെ അമ്മയുടെ വക തന്നെയാണ്. സെയിൽ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ അമ്മയുടെ നമ്പറും കൊടുക്കാറുണ്ട്. അമ്മയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്തത്. തൈര് സാദത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ അപ്പാപ്പ വറക്കണതല്ലാണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയായിട്ടൊക്കെ വെച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ റെസിപ്പി കാണിക്കുന്ന സമയത്ത് ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുട്ടികൾക്കും കൂടി വേണ്ടതാണ്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ മുളക് പൊടി തിരുമ്പി വെച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി കുറച്ച് എരിവ് വേണമെന്നുള്ളവർക്ക് ആ ചൂടിൽ കുറച്ച് മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കിയെടുത്തതാണ് ഇത് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനം ബീട്രൂട്ടും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആവണം. കാരണം തൈര് സാദത്തിന് ഇത്തിരി പുളിയാണല്ലോ. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ടെടുത്തിട്ടുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ എരിവും ഉണ്ടാവും, എന്നാൽ ബീട്രൂട്ടിൻ്റെതായിട്ടുള്ള കുറച്ച് മധുരം ഉണ്ടാവും. ഇതൊരു അൾട്ടിമേറ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഈ നെല്ലിക്ക കറി എടുത്തപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് വിചാരിക്കേണ്ടത്. ഈ നെല്ലിക്കക്കറിക്ക് ഒട്ടും എരിവില്ലാത്തതാണ്. അതായത് അമ്മ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എരിവില്ലാത്ത കശ്മീരി ചേർത്ത് ഉണ്ടാക്കിയ നെല്ലിക്ക ഉപ്പിട്ടതാണിത് കേട്ടോ. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ ഇലപ്പൊതിയിൽ എടുക്കണ ഒരു എന്താ പറയുക കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇന്നല്ല, ഇപ്പോഴും തൈര് സാദത്തിൻ്റെ കൂടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കടുമാങ്ങയും ഇവിടെ എന്തായാലും ഉണ്ടാവും. ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി കണ്ടോളൂ. ആദ്യം നമ്മൾ ചീഞ്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്തിടുന്നത് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നുപരിപ്പ്, അതും പിന്നെ ഏകദേശം ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ കടുകുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉള്ളി ചേർത്തിട്ടല്ല ഈ ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കണത്. ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് നിറം മാറി കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുകയാണ്. കറിവേപ്പില ഒന്ന് ചൂടായാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്തു. ഇത് നമ്മൾ വെറുതെ ഈ കടുകും ഉഴുന്നുപരിപ്പും പൊട്ടിച്ചിട്ട് എന്തുകൊണ്ടാണ് ബീട്രൂട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ കരുതണത്. അപ്പോൾ ഉള്ളി വഴട്ടിയിട്ട് ചേർക്കുമ്പോൾ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ ഉള്ളിയുടെ വാസന ഭയങ്കരമായിട്ട് വന്നിട്ട് എല്ലാത്തുമ്മയും കൂടി സ്പ്രെഡ് ആവും. അപ്പോൾ നമുക്കൊരു സ്വാദ് അറിയാത്തത് പോലെ തോന്നും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എടുക്കുന്നത് തൈര് സാദമാണ്. അപ്പോൾ എല്ലാത്തിനും സ്വാദ് വേറെ വേറെ അറിയില്ല. പിന്നെ ഇനി അബദ്ധവശാൽ നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആവുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ഈ ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല, വഴിയിൽ ഇപ്പോൾ ബ്ലോക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നു, കുറച്ച് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ ഒരു വാസന, ഒരു കുത്തണ വാസനയായിട്ട് നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഒരു വളിച്ച പോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളി ഒഴിവാക്കിയിട്ട് തന്നെ ചെയ്യണത്. അതുപോലെ തേങ്ങയും ഒഴിവാക്കുന്നുണ്ട്. കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും കൂടി വറുത്തിട്ടയിലേക്ക് ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അടച്ചു വെക്കുക. ഉപ്പിടണ്ട കേട്ടോ. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പകുതി വേവാകുമ്പോൾ ഉപ്പ് ചേർക്കാം. പകുതി വെന്ത ബീട്രൂട്ടിലേക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നത്. ഈ ബീട്രൂട്ടിൽ ഉപ്പ് അധികമായ ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരു തോരനോ മെഴുക്കുവരട്ടിയോ പോലെ അല്ല. ബീട്രൂട്ടിൽ പാകത്തിനുള്ള ഉപ്പേ പാടുള്ളൂ, അപ്പോഴേ സ്വാദുള്ളൂ. ഇനി ഞാൻ ബീട്രൂട്ടിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. കുരുമുളക് പൊടിയാണ് ഉപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് ബീട്രൂട്ടിൻ്റെ കൂടെ കുരുമുളക്. ഏട്ടനാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നല്ലോണം ഇട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കുരുമുളക് പൊടി. അതുകൊണ്ട് ഞാനൊരു 3 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ എരിവിന് വേണ്ടി വേറെ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കണില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ അടി പിടിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടിയിട്ട് ഇതുപോലെ ഇരുന്നിട്ട് വെന്ത് കിട്ടണം. പിന്നെ ഇത് ചിലർക്കെന്ന് പറഞ്ഞാൽ നല്ലോണം മൊരിയിച്ചിട്ട് വറ്റിച്ചെടുക്കണത് ഇഷ്ടമുണ്ടാവും. എനിക്കെന്ന് പറഞ്ഞാൽ വല്ലാതെ മൊരിയണത് നമുക്ക് ഇവിടെ ഇഷ്ടമല്ല. നമുക്കിങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതുപോലെ ചിലർക്ക് വലിയ കഷ്ണങ്ങളായിട്ട് ബീട്രൂട്ട് അരിയണതാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് അരിയണതാണ് ഇഷ്ടം. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. ഇനി ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ആവണം വരെ ഒരു 3/4 ഭാഗം ആവുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യും കേട്ടോ.
ഇനി വെളിച്ചെണ്ണയുടെ കാര്യം അതുപോലെ തന്നെ. വറുത്തിടുമ്പോൾ ഞാൻ അത്യാവശ്യം 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി വേറെ എണ്ണയൊന്നും എടുക്കണില്ല. പ്രത്യേകിച്ച് ഇതൊരു പൊതിയിൽ നമ്മൾ യാത്രയ്ക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓയിലി ആക്കണില്ല, ഇത്ര തന്നെ എണ്ണയുള്ളൂ. ഒരു 1/4 ഭാഗം വേവായി. ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഓക്കെ, കഴിഞ്ഞു. ഉരുളക്കിഴങ്ങ് നമ്മൾ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കനം കുറച്ചിട്ട് നൈസാക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവിയലിനൊക്കെ സാധാരണ ക്യാരറ്റും ചേനയൊക്കെ അരികുലോ ആ ഒരു പാകത്തിന് അതിലേക്ക് ഒരു കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഉപ്പ് ഒരുപാട് കൂടരുത്. അതുപോലെ മുളക് പൊടി ആണെങ്കിലും ഇപ്പോൾ ഒരു 3 ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങിൻ്റെ അളവാണ് ഞാൻ പറയണത്. ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കഷ്ടി ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. ഇത് മാത്രമേ ഇതിൽ വേണ്ടൂ. വേറെ അനാവശ്യമായിട്ടുള്ള മസാലകൾ, ചിക്കൻ മസാല, ഗരം മസാല അങ്ങനത്തെ ഒന്നും വേണ്ടത്. അപ്പോൾ സ്വാദ് മാറിപ്പോവും. വെറും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം. എന്നിട്ട് അത് കൈ കൊണ്ട് നല്ലോണം അങ്ങനെ തിരുമ്പി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ രാവിലേക്കാണ് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് രാവിലേക്കാണ് ഈ ചോറിൻ്റെ പൊതി ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തലേ ദിവസം എന്താ ഇങ്ങനെ നല്ലോണം തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക രാത്രി. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഊറി വന്ന വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ കൈകൊണ്ട് വെള്ളം പിഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണയിൽ രാവിലെ വറുത്തെടുക്കാൻ അപ്പം നല്ല എളുപ്പമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി കാണിക്കുന്ന സമയത്തും ബീട്രൂട്ട് നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് എളുപ്പം കാര്യങ്ങൾ കഴിയും. ചീഞ്ചട്ടിയിലെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പെരട്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതിൽ വെള്ളം ഇറങ്ങിയെന്ന് തോന്നുകയാണെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കുക. ഇതിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിക്കണോണ്ട് ഞാൻ തീരെ കുറച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മുളക് പൊടി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിറം ഉണ്ടാവും കുറച്ചും കൂടി. ഇനി ഞാനിത് ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ വറുത്തിട്ട് നമുക്ക് വിളമ്പുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് കൈപ്പയ്ക്ക ചെയ്യാം, കോവയ്ക്ക ചെയ്യാം. അതായത് അപ്പാപ്പ വറുക്കുക, നമ്മൾ ഉപ്പും മുളകൊന്ന് തിരുമ്മി വെച്ചിട്ട് പച്ചയ്ക്ക് വറുക്കുക എന്ന് പറയില്ല, അതുപോലെ ചെയ്യാം. പക്ഷെ തൈര് സാദത്തിൻ്റെ കൂടെ ശരിക്ക് കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക വറുത്തതും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വറുത്തതുമാണ് ഏറ്റവും മാച്ച് ഉണ്ടാവുക കേട്ടോ. ഒരു 4-5 ആൾക്കാർക്കുള്ള പൊതിച്ചോറിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചോറ് വാർത്ത ഉടനെ അത്രയും ചൂടിൽ വേണം ഇതൊന്ന് ഉടയ്ക്കാനായിട്ട്. തൈര് സാദത്തിന് നന്നായിട്ട് ഉടച്ചെടുക്കണമല്ലോ. അപ്പോൾ ആ ചൂടിൽ തന്നെ ഉപ്പ് ചേർത്തിട്ട് ഉടച്ചെടുക്കുക. ഒരിക്കലും ചോറ് തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുത്തി ഉടയ്ക്കാൻ നോക്കരുത്. അപ്പോൾ അത് എന്താ പറയുക, കുഴഞ്ഞു കിട്ടില്ല. ചൂടുള്ള ചോറിലേക്ക് തൈര് ചേർക്കരുത് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തൈര് തണുത്തതിന് ശേഷം ചേർത്താൽ മതി. പക്ഷേ നമ്മൾ ചോറ് വാർത്ത ഉടനെ ആദ്യം തന്നെ ഇതുപോലെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കയ്യിലോണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഉടച്ച് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി വല്ലാതെയുള്ള ചൂട് അങ്ങോട്ട് ആറി തുടങ്ങി ഒരു ഇളം ചൂടുണ്ടാവുമല്ലോ, അപ്പോഴാണ് നമ്മൾ കറിവേപ്പിലയും അതുപോലെ ഇഞ്ചിയും പിന്നെ പച്ചമുളക് ഒരു 4 നല്ല എരിവുള്ള ഉണ്ടമുളക് 4 എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരുപാടാവാൻ പാടില്ല, പച്ചസ്വാദ് വരും. ഒരു 2-3 ഇല കറിവേപ്പിലയും പിന്നെ വലിയൊരു ഇഞ്ചിയുടെ കഷ്ണം, ഇത്രയും കൂടിയിട്ട് വെള്ളം ഒഴിക്കാതെ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അവസാനമാണ് നമ്മൾ തൈര് ചേർക്കുള്ളൂ. അപ്പോൾ ശരിക്കും യാത്രയിൽ കരുതാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡാണെന്ന് ഇതിനെ പറയണം. എന്താ വെച്ചാൽ ഒന്നാമത്തത് തൈര് ഒരുപാട് പ്രോബയോട്ടിക്സും ദഹനത്തിനൊക്കെ എന്താ പറയുക സഹായിക്കുന്നതാണ് തൈര്. അതുപോലെ തന്നെ ഇഞ്ചി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഒരു ലൈറ്റ് ഫുഡുമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഹെവി ഫുഡ് കഴിച്ചൊരു ഇത് ഉണ്ടാവില്ല യാത്ര ചെയ്യണതിൻ്റെ ഇടയിൽ. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും സ്ഥിരം ഈ തൈര് സാധനം തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. ഇത് ഉടയ്ക്കണ സമയത്ത് ചിലർക്ക് ഇങ്ങനെ കുറച്ച് വറ്റ അവിടെ ഇങ്ങനെ കടിക്കാൻ പാകത്തിന് വല്ലാതെ ഉടയ്ക്കണത് ഇഷ്ടമുണ്ടാവില്ല. ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ഒരു പാകത്തിന് നല്ലോണം ഉടച്ചിട്ട് തന്നെയാണ് ചെയ്യാട്ടോ. ഇവിടെയൊക്കെ നല്ലോണം ഉടച്ച് ചെയ്യണത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം തൈര് ചേർക്കുകയാണ്. തൈര് ചേർക്കുമ്പോൾ നമുക്കൊരു പാകം അറിയാം തൈര് സാദത്തിൻ്റെ. അതുകൊണ്ട് ഇത്ര തൈരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തൈരിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്വാദ് വരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒഴിച്ചിട്ട് അധികം പുളി ഇല്ലാത്ത തൈര് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഈ നല്ല പുളിയുള്ള തൈര് ചേർത്തിട്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ പ്രശ്നം എന്താ വെച്ചാൽ ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ വെളുപ്പിന് ഒരു 5 മണിക്കാണ് ഇത് പാക്ക് ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഒരു 2:30-3 മണിയാവും നമ്മൾ വഴിയിൽ യാത്രയുടെ ഇടയിൽ കഴിക്കാന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് വീണ്ടും നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും തൈര് അല്ലെങ്കിൽ മോര്. അപ്പോൾ ഭയങ്കര പുളിയായ സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ ഒരിത്തിരി പുളി ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു
ഇത്തിരി പുളി വന്ന് തുടങ്ങുന്ന സമയത്തുള്ള തൈര് എടുക്കുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഇരുന്ന് സെറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള പുളി ആ ഇലപ്പൊതിയിൽ ഇരുന്നിട്ട് തന്നെ അതായിട്ടുണ്ടാവും. നമ്മളൊരു 3 കപ്പോളം തൈര് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ശരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ പൊതിച്ചോറായിട്ട് ഇലപ്പൊതി പൊതിയണ സമയത്ത് ഒരുപാട് ലൂസായാൽ അത് പൊട്ടിപ്പോവാനും ഒലിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിലുള്ള പാകത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഏറ്റവും സ്വാദ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഇതിൽ വറുത്തിടൽ തന്നെയാണ് കേട്ടോ. വറുത്തിടുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം കേട്ടോ, വേറെ ഓയിലൊന്നും എടുക്കരുത്. ആ വെളിച്ചെണ്ണയുടെ സ്വാദ് വരണം. അതും എണ്ണ നല്ലോണം എടുക്കണം, കുറച്ച് നല്ലോണം ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ എണ്ണ എടുത്തിട്ട് വറുത്തിട്ടാലേ വറുത്തിട്ട സ്വാദ് കിട്ടുള്ളൂ. പൊട്ടും പിശുക്കരുത്. അതുപോലെ കടുകും നമ്മുടെ വറ്റൽമുളക് ഒരു 4-5 എണ്ണൊക്കെ എടുക്കാം. സാധാരണ നമ്മൾ 1-2 അല്ലേ വറുത്തെടുക്കുക. പക്ഷെ ഇതിൽ ഒരു 4-5 വറ്റൽമുളകും ഒരു 3 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം വെളിച്ചെണ്ണയിൽ വറുത്തിടുകയും കൂടി വേണം. അങ്ങനെ നമ്മുടെ വറുത്തിടലും കൂടി കഴിഞ്ഞു. ഇനി വറുത്തിട്ടത് എല്ലാ ദിക്കിലേക്കും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് കാണുന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും തിരക്കാണ്. കാരണം ഇന്നത്തെ ഈ ഒരു യാത്രയെക്കാളും ത്രില്ല് ഉച്ചയാവണ സമയത്ത് ഇതങ്ങോട്ട് വാഴയിലയിൽ ഇരുന്ന് ആ പൊതിച്ചോറ് തുറന്ന് കഴിക്കാനുള്ള ആഗ്രഹമാണ് ഇവിടെ എല്ലാവർക്കും കേട്ടോ. കാരണം അത്രയും നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിലുള്ളത്. ഇനി എനിക്കിത് വൃത്തിയായിട്ടൊന്ന് പൊതിയണം. അപ്പോൾ പൊതിയണതിന് മുമ്പ് നമുക്ക് തമ്പനെയിലിന് വേണ്ടി ഫോട്ടോ എടുത്തിട്ട് വേണം. ഇതൊക്കെ പൊതിഞ്ഞ് ഓരോരുത്തർക്കുള്ളതും എരിവില്ലാത്തതൊക്കെ സ്പെഷ്യലാക്കി പൊതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.